എല്ലാവർക്കും സൗദി ഫാമിലി വിസിറ്റേഴ്സ് എക്സ്റ്റൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഷുറൻസ് ചെറിയ പ്രശ്നങ്ങൾ വരുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതായത് അറേബ്യൻ ഷീൽഡ് ഇൻഷുറൻസ് നമ്മൾ എടുക്കുക, അതായത് വിസ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മൾ പേയ്മെന്റ് പേജിൽ ഒരു എറർ വരുന്നുണ്ട്. എറർ വരികയും ചെയ്യുന്നുണ്ട്, നമ്മുടെ ഇൻഷുറൻസ് കിട്ടുന്നുമില്ല, നമ്മളെ ക്യാഷ് നമ്മളെ അക്കൗണ്ടിൽ നിന്ന് പോകുന്നുണ്ട്. ഇതേപോലത്തെ ഒരു എററാണ് വന്ന് കിടക്കുന്നത്. ഇങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ചോദിച്ചാൽ, ഗൂഗിൾ നിങ്ങൾ ഫസ്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്യണം ഈ നിങ്ങളുടെ പാസ്പോർട്ടിൽ ഇപ്പോൾ എടുത്തിട്ടുള്ള ഇൻഷുറൻസ് ആക്റ്റീവ് ആയിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഗൂഗിളിൽ നിങ്ങൾ ഇൻഷുറൻസ് ചെക്ക് എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് CCHIന്റെ വെബ്സൈറ്റിൽ കിട്ടും. ഈ വെബ്സൈറ്റിൽ നമുക്ക് നമ്മുടെ പാസ്പോർട്ടിൽ എൻ്റർ ആയിട്ടുള്ള ഇൻഷുറൻസ് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഇതിൽ നമ്മൾ മെയിൻ മെനുവിൽ മൂന്നാമത്തെ ഓപ്ഷൻ, അതായത് വിസിറ്റർ, ടൂറിസ്റ്റ്, ഉംറ തുടങ്ങിയ ആളുകൾക്ക് നമുക്ക് ഈ സൈറ്റിൽ നിന്ന് നമുക്ക് നമ്മുടെ പാസ്പോർട്ടിലുള്ള ഇൻഷുറൻസ് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് കോളത്തിൽ നമ്മൾ പാസ്പോർട്ട് നമ്പർ ടൈപ്പ് ചെയ്യുക. പിന്നെ സെക്കൻഡ് കോളത്തിൽ നമ്മൾ ക്യാപ്ച കോഡ് ടൈപ്പ് ചെയ്തതിനു ശേഷം നമ്മൾ ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പാസ്പോർട്ടിൽ എൻ്റർ ആയിട്ടുള്ള ഇൻഷുറൻസിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ആകെ ഒരു ഇൻഷുറൻസ് മാത്രമേ ഇവിടെ കാണാൻ പറ്റുന്നുള്ളൂ. ഇത് നമ്മൾ വിസ സ്റ്റാമ്പ് ചെയ്യുന്ന സമയത്ത് എടുത്തിട്ടുള്ള ഇൻഷുറൻസ് ആണ്. നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള അറേബ്യൻ ഷീൽഡ് ഇൻഷുറൻസിന്റെ ഡീറ്റെയിൽസ് ഇവിടെ വന്നിട്ടില്ല. ഈ CCHI വെബ്സൈറ്റിൽ നമ്മുടെ ഇൻഷുറൻസ് ആക്റ്റീവ് ആയാൽ മാത്രമേ നമുക്ക് ഫാമിലി വിസിറ്റേഴ്സ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇൻഷുറൻസ് ഒന്നും വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലേക്ക് നമ്മൾ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് അറേബ്യൻ ഷീൽഡ് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് ഒരു മെസ്സേജ് വരുന്നതാണ്. നമ്മുടെ ഇൻഷുറൻസ് എടുത്തിട്ടുള്ള ഇൻഷുറൻസ് പോളിസി ആക്റ്റീവ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജ് ആയിട്ട് വന്നിട്ടുണ്ടാകാം. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ വെബ്സൈറ്റിൽ കയറിയിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നിലവിൽ എടുത്തിട്ടുള്ള ഇൻഷുറും അതേപോലെ തന്നെ ഇപ്പോൾ എടുത്തിട്ടുള്ള ഇൻഷുറും ഒക്കെ ഇവിടെ കാണിക്കുന്നതാണ്. അതിനുശേഷം നമ്മൾ വീണ്ടും എപ്ഷറിൽ പോയതിനു ശേഷം നമ്മുടെ എക്സ്റ്റെൻഡ് വിസിറ്റ് വിസ കൊടുത്താൽ മാത്രമേ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കും. ഇഷ്യൂ ആണ് ഈ OTP വരാത്ത ഇഷ്യൂ എന്ന് വെച്ചാൽ. OTP വരാത്ത മെയിൻ ഇഷ്യൂ എന്ന് വെച്ചാൽ അവിടെ കൊടുത്തിട്ടുള്ള നമ്പർ നമ്മളൊന്ന് നോക്കേണ്ടി വരും. അതായത് മുമ്പ് നമ്മൾ സൗദി ഫാമിലി വിസിറ്റ് വിസ സ്റ്റാമ്പിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് അവിടെ ട്രാവൽസിലുള്ള ആളുകൾ ചിലപ്പോൾ കൊടുക്കാറുള്ളത് അവിടെ ഉള്ള ആളുകളുടെ നമ്പർ ആയിരിക്കും. നമ്മൾ ഇൻഷുറൻസ് എക്സ്റ്റൻഷന് വേണ്ടിയിട്ട് എടുക്കുന്ന സമയത്ത് നമ്മൾ അതായത് പോളിസി ഇൻഫർമേഷനിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ മൊബൈൽ നമ്പറിൻ്റെ ഒരു ഭാഗമുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ നമ്പർ ആയിരിക്കില്ല അവിടെ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ അവിടെ ആ നമ്പർ നമ്മൾ റിമൂവ് ചെയ്തതിനു ശേഷം നമ്മുടെ മൊബൈൽ നമ്പർ തന്നെ കൊടുക്കുക. അതേപോലെ തന്നെ ഇമെയിലിൻ്റെ സെക്ഷനിലും ഇമെയിൽ നമ്മളുടേത് അല്ലെങ്കിൽ നമ്മുടെ ഇമെയിൽ കൊടുക്കുക. ശേഷം ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ OTP വരും. അതേപോലെ തന്നെ ഇമെയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇമെയിലിലേക്ക് ഇതിൻ്റെ പോളിസി ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളൊക്കെ വരുന്നതാണ്.